നമ്മൾ പേര് പറഞ്ഞായിരുന്നോ? അയ്യോ പറയാൻ അതൊന്നും എടുക്കാൻ വിട്ടുപോയി. ചായ എടുത്തു കഴിഞ്ഞാൽ ചായ വിത്തേക്ക് മറ്റേ ഞാനിപ്പോഴും മനിത വരുമ്പോ അമ്മ സ്ഥിരം വരുത്തുന്നുണ്ട്. അത് വരുത്തുമ്പോ ഞാൻ ലാസ്റ്റ് പേജ് മാത്രം എടുത്ത് വായിച്ചു വെക്കുന്നത് വരും. തിരിച്ചുള്ള റിട്ടേൺ യാത്ര ഫുള്ള് ഞാൻ ബാത്റൂമിലായിരുന്നു. ജസ്റ്റ് അങ്ങനെയാണ് പെട്ടുപോയായിരുന്നത്. പക്ഷെ അത് പുള്ളി കാര്യമായിരുന്നില്ല, കാരണമായിരുന്നു. അതുകൊണ്ട് നമ്മളതങ്ങ് അജയുടെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ വരുന്നുണ്ടോ ചോദിക്കലൊന്നുമില്ല, നീ ഉണ്ട്, ഞാൻ 2 ടിക്കറ്റ് എടുത്തു. പിന്നെ മറ്റേ നമ്മുടെ മുറുക്ക് സെഷ്വാൻ സോസിൽ നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഫോറസ്റ്റ് ഇപ്പൊ തൂക്കിക്കൊണ്ടു. നമ്മൾ കഴിഞ്ഞ ഷൂട്ട് ചെയ്ത സമയത്ത് ഇനി ആവാൻ പോകുന്നത് ജാനുവരി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവൻ പ്രശ്നമായിരുന്നു. വലിയ ഒന്നും എക്സ്പീരിയൻസ് ഇല്ല. എപ്പോഴാണ് സുഹൃത്തുക്കളെ, ചുമ്മാ ഒരു പോഡ്കാസ്റ്റിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ശരിക്കുള്ള ആദ്യത്തെ എപ്പിസോഡില്ലേ, കുറച്ചായി നമ്മൾ തുടങ്ങിയിട്ട്. അതെ, നമ്മളപ്പോൾ ആക്ച്വലി കുറേ ടേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പല ദിവസങ്ങളായിട്ട് ഒത്തിരി ടേക്ക് എടുത്തതാണ്. അപ്പോൾ ഒന്നിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരാത്തതുകൊണ്ട് നമ്മളത് നീക്കി വെച്ചാണ്. പിന്നെ നമ്മൾ ആദ്യം വേറെ ഒരു കോ ഹോസ്റ്റിനെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ബെറ്റർ കോ ഹോസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അതെ നല്ല കോ ഹോസ്റ്റിന് കിട്ടിയിരിക്കുന്നു. അതെ ഇനി അങ്ങനെ പറയാം, വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് പേര് പറയുന്ന പോലെ തന്നെ ചുമ്മാ നിങ്ങൾ ചുമ്മാ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കാഷ്വലായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാൻ വിട്ടുപോയി ചായ എടുത്തു കഴിഞ്ഞാൽ ചായ വിത്തേക്ക് മറ്റേ ഷസാമിന്റെ പോലെ കാര്യം. ഷസാമിനെ ഇവൻ പ്രശ്നമായി കേട്ടാ. നല്ലൊരു കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ടോപ്പിക് കാറ്റഗറൈസ് എടുക്കുന്നതല്ല. പക്ഷെ നമ്മൾ ആ സമയത്ത് എന്താണോ നമ്മൾ മനസ്സിൽ തോന്നുന്നത് അത് തന്നെ ഷൂട്ട് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡിലാണ് നമ്മൾ വന്നത്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിന്റെ ടോപ്പിക്കായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് വൈ ഡു വി സ്പെൻഡ് മണി ഓൺ എക്സ്പീരിയൻസസ്, വൈ ഷുഡ് വി സ്പെൻഡ് മണി ഓൺ എക്സ്പീരിയൻസസ് എന്നാണ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സിനിമ കാണാൻ പോകുന്നത്, ട്രാവൽ ചെയ്യുന്നത്, അതെ അങ്ങനെ ചായ കുടിക്കാൻ പോകുന്നത്, അതെ നമ്മൾ മെമ്മറീസ് ഉണ്ടാക്കുന്ന എന്തൊരു സാധനം എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നമ്മൾ ക്ലാസ് കട്ട് ചെയ്യുന്നത് വരെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് ക്ലാസ് കട്ട് ചെയ്യണമെന്നല്ല നമ്മൾ പറയുന്നത്. അല്ല ഓക്കെ എന്ത് ഒരു സാധനമാണെങ്കിലും മെമ്മറീസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന റെഗുലർ ലൈഫിൽ നിന്ന് ഡീവിയേറ്റ് ആവുന്ന എന്ത് സാധനം എക്സ്പീരിയൻസ് 10-60 കൊല്ലം കഴിയുമ്പോൾ പറയാനൊരു കഥ. അതെ, നമ്മൾ ക്ലാസ്സിൽ പോയി മറ്റേ ഫസ്റ്റ് ആയി റാങ്ക് ഫ്ലാറ്റ് പഠിച്ചു, ആരും ചോദിക്കാൻ പോണില്ല. അതെ എക്സാക്ട്ലി. അപ്പൊ നമ്മള് അതായത് ഇപ്പൊ ട്രാവൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒത്തിരി പേര് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പണ്ടത്തേക്കാൾ കൂടുതൽ ഒത്തിരി ഇപ്പൊ ഡെയിലി എത്ര ട്രാവൽ ഏജൻസി തുറക്കണം അല്ലേ? ഓരോന്നും കുഞ്ഞു കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കുറെ അടിപൊളി ട്രാവൽ പക്ഷെ ഒത്തിരി നന്നായി, ആ മേഖല നന്നായി വളർന്നു ആക്ച്വലി. പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഊട്ടിയും വിട്ട് അതെ പണ്ട് മൂന്നാർ, കൊടൈക്കനാൽ, ഊട്ടി, അതിരപ്പള്ളി യെസ്, ഒരു 4-5 സ്ഥലമേ ഉള്ളൂ. ഇവിടെയാണ് എന്ത് പറഞ്ഞാണ്. അപ്പൊ ഞാൻ മൂന്നാറിന് ഞാൻ വേണമെങ്കിൽ ഒരു 10-20 പ്രാവശ്യം പോയി കാണും. അതും പക്ഷെ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെയുള്ള ഒരു ക്രൗഡായ സ്ഥലത്തേ പോവുള്ളൂ. ഇപ്പോഴും മൂന്നാർ ആരും പോവാത്ത ശാന്തി സമാധാനമുള്ള കുറെ സ്ഥലമുണ്ട്. അതെ, അതിപ്പോ നമുക്ക് പറ്റിയ ഇൻസ്റ്റാഗ്രാം റീൽസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആക്ച്വലി നമുക്ക് അറിയാം കുറെ കാര്യം ഹിഡൻ സാധനങ്ങൾ, പുതിയ കഫേ അതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കുറച്ചുകൂടെ ഡൈവേഴ്സ് ആയ ആളുകൾ പോകുന്നത്. മറ്റേത് ഒരു വര വരച്ച് കാണും, ആ വരയിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോയി. അതാ അത് ആക്ച്വലി വളരെ ഇതായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം ട്രാവൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ട്രാവൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഒരുപാട് പൈസ ചിലവും, ഇന്റർനാഷണൽ ട്രാവൽ, ഡൊമസ്റ്റിക് ട്രാവൽ. ഇപ്പം നമുക്കിപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള സ്ഥലമുണ്ട്, ലുല്ലു, സെന്റ് ആൻഡ്രൂസ്. ലുല്ലു ഒന്നും എക്സ്പീരിയൻസ് ഇല്ല, ഇപ്പോഴാണ് നമ്മളിപ്പോ ട്രാവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി അങ്ങോട്ട് ഒത്തിരി വലുതായി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ വരെ ഉണ്ടാവാം. അപ്പോൾ അതും ട്രാവലാണ്. നിങ്ങൾ ചുമ്മാ പിള്ളേരായിട്ട് പുറത്ത് ചായ പിടിക്കാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ മൂവീസ് നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടുന്ന സാധനങ്ങളാണ്. അതെ, പിന്നെ കൺസേർട്സ്, സ്റ്റാൻഡപ്പ് ഷോസ്, അങ്ങനെ കുറെ എന്ത് ഞാൻ പറയല്ലോ മെമ്മറി ഉണ്ടാക്കുന്ന എന്തൊരു സാധനം എക്സ്പീരിയൻസ് ആണ്. പലോശിയുടെ ഏറ്റവും ഫേവറേറ്റ് ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഒത്തിരി ഓർത്തിരിക്കുന്ന ഒരു മെമ്മറി അങ്ങനെ എന്താ പറയാനുള്ളത്? ഞങ്ങൾ ലാസ്റ്റ് ഇയർ ബോംബെ പോയതാണ്. ഞാൻ പോയതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രിപ്പായിട്ട് ഞാൻ കൂട്ടുന്ന സാധനം ട്രാവലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ട്രാവൽ തന്നെ പോയി. നമ്മളൊരു ബഡ്ജറ്റ് ട്രിപ്പ് കൺസ്ട്രെയിനൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിൽ മറ്റേ ഞാൻ ഇപ്പൊ ഈ അടുത്തൊരു റീൽ ഉണ്ട്, ബഡ്ജറ്റ് വളരെ നമ്മൾ ചുരുക്കി ബഡ്ജറ്റിൽ പോകുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ്. നമ്മൾ ലോക്കൽ മറ്റേ ജനറൽ പോലത്തെ ബസ്സിൽ ട്രെയിനിൽ പോയപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും കുറെ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട്, പോലീസുകാരെ പരിചയപ്പെട്ട്, അവിടുത്തെ ഫൺ ട്രിപ്പ് നമ്മൾ അറൗണ്ട് 10-20 കളി റമ്മി തന്നെ എല്ലാവരും കൂടി മട്ടിട്ടിരുന്ന റമ്മിയും കാര്യങ്ങളൊക്കെ കളിച്ച് ബസ് യാത്ര ഫുള്ള് ഫണ്ണായിരുന്നു. ട്രെയിൻ യാത്ര ഫുള്ള് ഫണ്ണായിരുന്നു. അതിനുശേഷം നമ്മൾ ബോംബെയിൽ എത്തിയിട്ടാണെങ്കിലും നമ്മൾ ഈ ലോക്കൽ എന്താ പറയാ റീലുകളും കാര്യങ്ങളൊക്കെ കണ്ട് ഓവറായിട്ട് ആൾക്കാർ പോകുന്ന സ്ഥലങ്ങളിലേക്കും പോയി. പിന്നെ ആരും കാണാത്ത നമ്മളിങ്ങനെ നടന്ന് ഹിഡൻ ജെംസ് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് ഈ നമ്മളിപ്പോൾ കാറിലും ബൈക്കിലൊന്നും പോയി കഴിഞ്ഞാൽ സ്ഥലങ്ങളും ചായക്കടകളൊന്നും കാണില്ല. പക്ഷെ കുഞ്ഞു പടാപ്പാവിൻ്റെ കടയാണെങ്കിലും ഞാൻചാപ്പിൻ്റെ കടകളായാലും കുഞ്ഞു കടകൾ അവിടെ പോയിട്ട്
നമ്മൾ ലോക്കൽ ബാർ ഹണ്ടിങ് എന്ന് പറഞ്ഞൊരു പരിപാടി, നമ്മൾ പല പല ലോക്കൽ ബാറിൽ പോയി അവിടുത്തെ ചട്നിയും കാര്യങ്ങളൊക്കെ കഴിച്ച് വെറൈറ്റി എക്സ്പീരിയൻസ്. നമ്മുടെ ഇവിടെ നാട്ടിലൊന്നും കിട്ടണ പോലെ അവിടെ മറ്റേ പപ്പടത്തിന് മേലെ കൂടെ ഒക്കെ സേവും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളി ആയിട്ടുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ മുറുക്ക് സെഷ്വാൻ സോസിലും നമുക്ക് ഇട്ട് അടിപൊളി ആയിട്ടുണ്ട്. അങ്ങനെ ഓ ഗംഭീര ടേസ്റ്റ്, ഓ രസമില്ല. അതെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ ഈ നാട്ടിൽ നിന്ന് ഫുഡ് ഒരു എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് നമ്മള് എപ്പോഴും പോയി ബിരിയാണി കഴിക്കുക, ബിരിയാണി ചോറ് കഴിക്കുക, അങ്ങനെയല്ല. ലൈക്ക് ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ലോക്കൽ സാധനം കഴിക്കുക. അല്ലാണ്ട് ഇപ്പൊ യൂറോപ്പിൽ പോയിട്ട് അവിടെ പോയിട്ട് ചോറും മാങ്ങറിയും കഴിക്കണം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ലൈക്ക് ഇപ്പൊ എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെ ലൈക്ക് അവർക്ക് ഹോംലി ഫുഡ് വേണം, അല്ലെങ്കിൽ ലൈക്ക് ഇന്ത്യൻ ഫുഡ് വേണം. അവരെവിടെ പോവാണെങ്കിൽ ഇന്ത്യൻ ഫുഡിന് വേണ്ടി തേടി പിടിച്ച് പോയി കണ്ടുപിടിക്കുന്ന കഴിക്കും. ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു സ്ഥലത്തേക്ക് പോവാണെങ്കിൽ അവിടുത്തെ അതെ ഞാനും അതിനോട് യോജിക്കുന്നതാണ്. നമ്മൾ മറ്റേ എന്നിട്ട് നാട് കൊടുക്കുമ്പോൾ നെല്ലി കൊടുക്കണം, അടിക്കഷ്ണം കഴിക്കണം, അങ്ങനെ അധികം നമ്മൾ വലിയ വലിയ തത്തകളോട്ട് വരുന്നില്ല. പക്ഷെ അതിനും റിസ്ക് ഉണ്ട്. ഞാൻ ബോംബെ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ് ഈ പാനിപ്പൂരി കഴിക്കാൻ പോയത്. അത് ഞാൻ എടുത്തതിൽ വെച്ച് ബോംബെ ട്രിപ്പിൽ എടുത്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. കാരണം തിരിച്ചുള്ള റിട്ടേൺ യാത്ര ഫുള്ള് ഞാൻ ബാത്റൂമിലായിരുന്നു. അതപ്പോ ആദ്യം പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. സത്യം ആ ട്രിപ്പ് മൊത്തത്തിൽ നമ്മുടെ ഫ്രണ്ട് മറ്റേ ജസ്രി അങ്ങനെയാണ് പെട്ടുപോയായിരുന്നത്. ഗോവയിൽ പോയപ്പോ ഫസ്റ്റ് ഡേ തന്നെ പാളിയായിരുന്നു. ലൈക്ക് അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനത്തെ വലിയ വലിയ എക്സ്പീരിയൻസ് ഒന്നും എടുക്കാതിരിക്കുന്നതാണ് സേഫ്. ഇല്ല നമ്മൾ പിന്നെ കൊറേ നമ്മള് ലൈക്ക് എക്സ്പെക്ട് ചെയ്യുന്നല്ലോ, നമ്മൾ വേണം എന്ന് വിചാരിച്ചു പോയി പണി പഠിക്കും. ഇങ്ങനെ പോകുന്ന വള്ളി ഇങ്ങനെ വന്ന് വീടെന്താ അതാ ലൈക്ക് അതായത് ലൈക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലും കഷ്ടപ്പെട്ട് പോയി കഴിക്കുന്ന പരിപാടി ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഒരു സിംഗപ്പൂർ പോയപ്പോഴാണെങ്കിൽ മറ്റേ ഒട്ടക ബിരിയാണി കഴിച്ചായിരുന്നു. ഒട്ടക ബിരിയാണി അല്ല, മാൻ ബിരിയാണി. അത് തന്നെ ഞാൻ ഭയങ്കര ഇല്ല സിംഗപ്പൂർ കഴിക്കാൻ പ്രശ്നമില്ല. അവിടെ ലൈക്ക് അത് കുറച്ച് ബീഫിനേക്കാൾ കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു മീറ്റാണ്. നമ്മള് മട്ടൺ ഒന്നും പോലല്ല. നമ്മൾ ഇവിടെ പോയപ്പോഴാണ് ഒട്ടകം കഴിച്ചത്. ഒമാനിൽ പോയപ്പോ ഒട്ടകം കഴിച്ചായിരുന്നു. ഒട്ടകം ഭയങ്കര ലൈക്ക് സോഫ്റ്റ് ആണ്, ബീഫ് പോലെ ഭയങ്കര അതെ ബീഫ് പോലെ തന്നെ. ഒമാനിലെ ബീഫ് എന്ന് പറയുമ്പോൾ തന്നെ ഒമാനില് ഭയങ്കര അതായത് വായിലിട്ട് അരിഞ്ഞു പോകുന്ന പോലത്തെ ഭയങ്കര സോഫ്റ്റ്. അതായത് അവിടുത്തെ ലോക്കലായിട്ടുള്ള വളർത്തിയിട്ട് അങ്ങനെ എടുക്കുന്ന ബീഫാണ്. അതുകൊണ്ട് ഭയങ്കര അപ്പൊ ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോ നാട്ടിൽ കഴിക്കുന്ന സാധനമാണ്, ഇത് പുറത്ത് കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇന്ത്യയിലാണ് ഇത്രയധികം സ്പൈസും സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒമാനിൽ പോയപ്പോൾ അവിടെ ഐ മീൻ സ്പൈസി ഫുഡ് അല്ലെങ്കിൽ ഇങ്ങനെ എരിവുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി കുറവായിരുന്നു. അവിടെ ഭയങ്കര പ്ലെയിൻ സാധനങ്ങൾ. ഇപ്പൊ മന്തി ആണെങ്കിലും ഒട്ടും ഫ്ലേവർ ഞങ്ങൾ വിയറ്റ്നാം പോയപ്പോഴതെ അതായത് മറ്റേ ഫോ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് ബീഫ് ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് അതിനകത്ത് ഉപ്പും മുളകും സാധനങ്ങളൊക്കെ വേറെ ചുറ്റും തരും. അത് നമ്മൾ തരും വേറെ ഒഴിക്കാൻ. അതാണല്ലോ ഓരോ സ്ഥലത്ത് ലോക്കൽ ക്യുസീൻ എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര. എന്റെ കൂടെ വന്നപ്പോഴും പല ചേട്ടന്മാർ പറഞ്ഞായിരുന്നു ഇതൊക്കെ നമ്മൾ നാട്ടിൽ കിട്ടണം, നമ്മൾ വരഞ്ഞ് ഉപ്പും മുളക് തേച്ച് ഫ്രൈ അടിച്ചെടുത്ത് തന്നെ അതിനേക്കാളും ടേസ്റ്റ് ആണെന്ന് പറയുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു കൂടെ. ബട്ട് സ്റ്റിൽ അവിടുത്തെ ടേസ്റ്റ് അവിടുത്തെ ഫ്ലേവർ അതായിരുന്നു. ഇറ്റ് വാസ് നൈസ്. അതാ അങ്ങനെ ഇതുപോലെ തന്നെ ലൈക്ക് എന്താ പറയാ ഇപ്പൊ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ മറ്റേ കഴിഞ്ഞ കൊല്ലം അപ്പൊ ഓൾമോസ്റ്റ് എത്ര തീയതി ഫെബ്രുവരി അല്ലേ കഴിഞ്ഞ അതെ നമ്മൾ കഴിഞ്ഞ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇനി ആവാൻ പോകുന്നത് ഓൾമോസ്റ്റ് ആക്ച്വലി ഇപ്പൊ പോഡ്കാസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏപ്രിലാണ് ഞാൻ ഈ ട്രൈപോഡ് മേടിക്കുന്നത്. അതെ കഴിഞ്ഞ അതായത് ഓൾമോസ്റ്റ് ഒരു കൊല്ലാവാറായി ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് നാളെ മറ്റന്നാളെന്ന് പറഞ്ഞാൽ നീട്ടി വെച്ച് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു കൊല്ലമായി. അപ്പോ ഇന്നെങ്കിലും ചെയ്തില്ലെങ്കിൽ പരിപാടി അങ്ങ് മുന്നോട്ട് പോവില്ല. അത് ഞാൻ അന്ന് ഞാൻ ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അത് ഞാൻ സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് ഗ്രീൻ സ്ക്രീൻ ഒക്കെ വെച്ച് മറ്റേ ഹോളി ലൈറ്റിന് ഒരു 12,000 രൂപയുടെ മൈക്കൊക്കെ മേടിച്ച് ലൈഫ് അങ്ങനെ ഭയങ്കര വലിയ നമ്മൾ ചെയ്യുമ്പോ ആ ലെവൽ ഓഫ് ക്വാളിറ്റി എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വെച്ചോണ്ടിരുന്നത്. അന്നത് മേടിച്ചിരുന്ന പെട്ടുപോരെ. ഇല്ല നമ്മൾ പയ്യെ അതായത് ഇരിക്കുന്നതിന് മുന്നേ കാലം ഇട്ടിരുന്നത് എന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പൊ അതാണ് അത് നമ്മൾ കുറച്ച് പകുതി കിട്ടി കുഴപ്പമില്ല അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഞാൻ ഇപ്പൊ അഹമ്മദാബാദ് പോയപ്പോൾ ആക്ച്വലി മറ്റേ കോൾഡ് പ്ലേയുടെ കൺസേർട്ടിനാണ് പോയത്. അപ്പോൾ അതൊരു ലൈക്ക് വെറൈറ്റി വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അഹമ്മദാബാദ്. ഐ മീൻ ആ കോൾഡ് പ്ലേയുടെ കൺസേർട്ട് എന്ന് പറയുന്നത് ലൈക്ക് ആ കൈമ റിസ്റ്റ് ബാൻഡും കാര്യങ്ങളൊക്കെ ഇട്ട് ലൈക്ക് എല്ലാവരുടെ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ലൈക്ക് ഞാൻ അത്ര ഒരു ഭയങ്കര കോൾഡ് പ്ലേ ഡൈ ഹാർഡ് ഫാനോ അല്ലെങ്കിൽ ഒത്തിരി കോൾഡ് പ്ലേ പാട്ട് കേൾക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ ലൈക്ക് ആ ഒരു ഓളത്തിൽ നമ്മൾ അങ്ങ് പോകുന്നു. അത് ഈ പറഞ്ഞ ഒരു ഒറ്റ മൈൻഡ് പരിപാടിയായിരുന്നു. ഒരാഴ്ച മുന്നേ ടിക്കറ്റ് എടുത്ത് ജനറലിൽ അങ്ങോട്ട് കയറിപ്പോയി. അതെ അജയുടെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കലൊന്നുമില്ല, നീ ഉണ്ട്, ഞാൻ 2 ടിക്കറ്റ് എടുത്തു, നീ ഉണ്ട്. അതെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നില്ലെങ്കിൽ കാശ് തരണമെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ പോയി. അത് ഒരു ലൈക്ക് വൺസ് ഇൻ എ ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ RAC ആയിരുന്നു സ്ട്രീറ്റിലെ ഒരു അപ്പുറത്തെ ഒരു ബംഗാളി ചേട്ടൻ. നമ്മളിപ്പറേ ഗോവയിൽ നിന്ന് എന്തോ ഒരു പുള്ളിക്കാരൻ കയറി
പുള്ളിക്കാരിയായിരുന്നു കുഴപ്പമില്ല. ഗോവയെന്നല്ലേ, ഗോവയെന്ന് ആണ് ഞാൻ ചോദിച്ചു പുള്ളിയുടെ അടുത്ത് എവിടെന്നാ കയറുന്നത്, പുള്ളിയുടെ ഗോവയെന്നാ കയറുന്നത്. ഓ ഗോവയെന്ന്, ഓക്കേ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷെ അത് പുള്ളിക്കാരിയായിരുന്നില്ല, കാരനായിരുന്നു. അതുകൊണ്ട് നമ്മളത് കുഴപ്പമില്ല. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ. പിന്നെ അജയ് അപ്പുറത്തെ വരത്ത്, ഞാൻ ഇപ്പുറത്തെ വരത്ത്, രണ്ടിന്റെ അപ്പുറം ബംഗാളി ടീംസ് ആയിരുന്നു. അപ്പൊ ബംഗാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിക്കാർ അങ്ങനെ ഉദ്ദേശിച്ചു. അവരുടെ ഈശ്വര പൊങ്കാലി തൊട്ടരുത് പ്ലീസ്. അപ്പൊ അങ്ങനെ നമ്മൾ കോമഡിൽ പറഞ്ഞ അങ്ങനെ പറഞ്ഞ. പിന്നെ തിരിച്ച് ഞങ്ങൾ ജനറലാണ് വന്നത്. തിരിച്ച് ഞങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആയില്ല. ഞങ്ങൾ ജനറലിൽ അഹമ്മദാബാദ് തൊട്ട് ഇവിടെ 2.5 ദിവസം ഒരു ട്രെയിൻ. അയ്യോ അത് ഒരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. പക്ഷെ തിരക്കില്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെയല്ല. അതായത് മുംബൈ വരെ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. മുംബൈ ആയപ്പോൾ ഒത്തിരി ആൾക്കാരും പോയി. പിന്നെ ആക്ച്വലി കേരളം എത്തുന്നവരെ, അതായത് കാസർഗോഡ് എത്തുന്നവരെ ആരുമില്ല. നമ്മൾ കിടന്നാണ് വന്നിരുന്നത്. അതായത് ജനറലി നമ്മൾ കിടന്ന് ഉറങ്ങി സുഖമായിട്ട് വന്നേ. അപ്പോ അത് കേരളത്തിലെത്തിയ പിന്നെ കേരളത്തിലാണ് എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇത്രയും ജനറലിൽ ഒത്തിരി കയറുന്ന ഒരു ടെൻഡൻസി ഞാൻ കണ്ടത്. കാരണം ബാക്കി സ്ഥലത്തൊന്നും ആരുമില്ല, തീരെ ആളില്ല. ബോംബെയിലൊക്കെ കുറെ ലോക്കൽ ട്രെയിൻ നമ്മുടെ ഈ ട്രെയിൻ പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ലോങ്ങിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലൈക്ക് ജനറലിൽ കയറുന്ന ആൾക്കാർ വളരെ ബുക്ക് ചെയ്ത് ഒത്തിരി എടുത്ത് വന്നതെ. നമ്മൾ പിന്നെ ഒറ്റ മെയിൻ പരിപാടി ആയതുകൊണ്ട് ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല, ക്യാൻസൽ ആയിപ്പോയി. മറ്റേ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ട് ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെയാണ് ഇതായത്. അയ്യോ അത് എന്തായാലും ഒരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. പിന്നെ ഇപ്പൊ നമ്മൾ ഈ കഫേ ഹോപ്പിംഗ് പരിപാടി ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ പറഞ്ഞ അതും ഒരു ലൈക്ക് എന്നെ സംബന്ധിച്ച് ഓരോരുത്തരുടെയും ഡിപ്പെൻഡന്റ് സാധനമാണ്. ലൈക്ക് ഇപ്പോൾ ചിലർക്ക് ഫുഡ് കഴിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ല. ഞാൻ എന്റെ അക്കൗണ്ടിൽ 1-2 പേരോട് നമ്മൾ കാഷ്വലായിട്ട് നമ്മൾ ഫുൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കും, നിങ്ങൾ ട്രാവൽ ചെയ്ത് എന്താ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ലേ? ഒരു ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ല, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ലെന്നോ? ലൈക്ക് എങ്ങനെ പീപ്പിൾ ആളുകൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ലെന്നോ? അതൊരു ആ ജേർണി ഒരു എക്സ്പീരിയൻസ് ആണ്. പുള്ളി പറഞ്ഞത് ഓക്കെ ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണാനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴി ഇപ്പൊ ഫ്ലൈറ്റിൽ പോകാനാണെങ്കിൽ ഇപ്പൊ ഫ്ലൈറ്റിൽ പോകാൻ ഇഷ്ടമല്ല. ഈശ്വര എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. എനിക്ക് ഫ്ലൈറ്റിൽ കയറാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഫ്ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അതാ എനിക്ക് സത്യം നമുക്ക് ആ ഒരു കൊച്ച് എന്താ പറയാ ഭയങ്കര എക്സൈറ്റ്മെന്റ്. മറ്റേ കരിക്കലൊക്കെ പറയില്ല, ആ ജെറ്റുമാരെന്നൊക്കെ പറയില്ല, അതുപോലെ എക്സൈറ്റ്മെന്റ് ഉള്ള സാധനമാണ് ഫ്ലൈറ്റ്സ്. അപ്പൊ ആ ഒരു സാധനത്തിൽ കയറാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറയുമ്പോൾ കപ്പൽ കയറാൻ ഇഷ്ടമെന്ന് പറയുമ്പോൾ അത് കുറച്ച് വേറെ ഒരു ഞാൻ അങ്ങനെ കപ്പലിൽ ഒത്തിരി ട്രാവൽ ചെയ്തിട്ടില്ല ആക്ച്വലി. ലൈക്ക് നമ്മൾ ഈ ഫെറിയിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പോയിട്ടല്ലാതെ അതല്ല മറ്റേ ഈ ഡീപ് സീലൊക്കെ പോകുന്ന ക്രൂയിസ് പോലത്തെ അങ്ങനെ സാധനങ്ങൾ അത് നമുക്ക് ഒരിക്കലും പിടിക്കാൻ. അത് എവിടെ കൊള്ളാവുന്ന എനിക്ക് തോന്നുന്നു സിംഗപ്പൂർ ആക്ച്വലി ഒരു വലിയൊരു ക്രൂസ്. അതായത് ഗോവയിൽ നിന്ന് എന്തോ പോയിട്ട് സിംഗപ്പൂർ പോയിട്ട് അവിടെ തിരിച്ച് നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് അങ്ങനെ എന്തോ ഒരു ക്രൂസ് ഉണ്ട് ആക്ച്വലി. അല്ല നമുക്ക് ഇവിടെ മറ്റേ ശ്രീലങ്കയ്ക്ക് എന്തോ ലക്ഷദ്വീപിക്ക് എന്തോ ക്രൂസ് ആണോ? ക്രൂസ് പോലെ തന്നെ ഫെറി പോലത്തെ. അത് എത്ര ദൂരമില്ല, കുച്ചിരയിലുള്ളൂ. ഇത് പിന്നെ നല്ലോണം കറങ്ങി ഇങ്ങനെ പോകത്തില്ല. യൂറോപ്പ് ത്രൂ എന്റെ അപ്പച്ചൻ പോയായിരുന്നു. മറ്റേ യൂറോപ്പ് ഫുള്ള് ഇങ്ങനെ ക്രൂസിൽ ഇങ്ങനെ പോകുന്ന ഒരു പരിപാടി. ക്രൂസിന് ആക്ച്വലി എല്ലാവർക്കും പറ്റില്ല, കാരണം സീസിക് ആയിട്ടുള്ള ആളുകളുണ്ടാവും. ലൈക്ക് മറ്റേ കാറ്റടിക്കുന്ന ഇഷ്ടമില്ലാത്തവരും ആ മണം ഇഷ്ടമില്ലാത്തവരും. ഞാൻ ലാസ്റ്റ് ഇവിടെ പോയപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു, നമ്മളെ ഫെറി പോലെ എടുത്തായിരുന്നു, പ്രൈവറ്റ് ഫെറി പോലെ. അതിൽ പക്ഷെ ചേച്ചി ഫുള്ള് ഡൗൺ ആയി, സീ സിക്നസ് അടിച്ച്. അത് അങ്ങനെ ചിലർക്ക് പറ്റത്തില്ല. അതാ അങ്ങനെ ഇതൊക്കെയാണ് ആക്ച്വലി എനിക്ക്. പക്ഷേ പിന്നെ ഈ കഫേ ഹോപ്പിംഗിൽ നിന്ന് വഴിതെറ്റി പോയി അങ്ങോട്ട്. കഫേ ഹോപ്പിംഗ് ആക്ച്വലി ഞാൻ ഒത്തിരി കഫേയിലൊക്കെ പോയി മറ്റേ എസ്തെറ്റിക് ഫോട്ടോ ഒക്കെ എടുത്ത് എസ്തെറ്റിക് കഫേയിലേ പോകും. എനിക്ക് എസ്തെറ്റിക് കഫേയിൽ താല്പര്യം. ഞാൻ ഈ കുഞ്ഞു ചായക്കടകളും പിന്നെ അതുപോലെ തന്നെ നല്ല ഈ ബർഗർ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. കഫേയാണല്ലോ ബർഗർ സ്പോട്ട് എവിടെ, പിന്നെ വഴിയിൽ ബർഗർ ഉണ്ടാക്കി തരും, അങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. പക്ഷേ ഈ കഫേ എസ്തെറ്റിക് കഫേ എനിക്ക് എസ്തെറ്റിക് കഫേയുടെ ആളാ. ഇല്ല അതും ലൈക്ക് അതായത് പറഞ്ഞ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്ക് ഇതാക്കുന്നതാണ്. പിന്നെ എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റും നമുക്ക്? ഇങ്ങനെ നമ്മള് മറ്റേ ലാസ്റ്റ് പടം കാണാൻ പോകുന്നത്, ഞങ്ങള് പടം കാണാൻ പോകുമ്പോ കൊറേയൊക്കെ ഫസ്റ്റ് ഡേ പോയി ഫസ്റ്റ് പടം കാണാൻ. അതും അത് ചില്ലറ പരിപാടിയല്ല. മറ്റേ ഫാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് പോയിട്ട് 4:30 പോയി എടുക്കുന്ന ഞാൻ അമ്മാതിരി ഒരു സിനിമ പ്രാൻ തന്നെ ആയിട്ടില്ല. ഞാൻ ലൂസിഫറിനല്ല ഏതോ ഒരു സിനിമയ്ക്ക് ഇതുപോലെ എടുക്കാൻ പോയായിരുന്നു. എനിക്ക് ഓർമ്മ എന്തോ എടുക്കാൻ നോക്കിയായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഞാൻ ഇതുപോലെ ഏതാ സിനിമ നീ ഓർക്കുന്നില്ല, അത് തൃശ്ശൂർ എന്തായിരുന്നു മറ്റേ രാഗത്തില്. ഞാൻ ഇതുപോലെ എടുക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല, വൻ തിരക്കാ തൃശ്ശൂർ രാഗം. അപ്പൊ അതുകൊണ്ട് അത് കിട്ടിയില്ല. സീൻ തിയേറ്റർ. യെസ് അതാണ് എന്തില് ഇപ്പൊ കൂടുതലും പടങ്ങൾ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ PVRന്റെ ചൊവ്വാഴ്ച ബ്ലോക്ക് ബസ്റ്റർ ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കട്ടോ. PVRന്റെ മൊത്തം കച്ചവടം. ഞങ്ങളിപ്പോ ഭൂരിഭാഗം ചൊവ്വാഴ്ച ഒരു പടം കാണുന്ന കൂട്ടത്തില്ല 98 രൂപയ്ക്ക്. അതാ മറ്റേ നമ്മള് ദുരന്തർ കണ്ടത് കഴിഞ്ഞ മുമ്പത്തെ മാസം കഴിഞ്ഞ മാസം ദുരന്തർ കണ്ടത് 2 പേർക്ക് കൂടെ 105 രൂപ. വൻ ലാഭം. 105 കാർഡ് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരാൾക്ക് 98 എന്തായിരുന്നു, അതിന്റെ കാർഡ് ഓഫറും വെച്ച് 125 എന്തോ കുറഞ്ഞ് അങ്ങനെ നമുക്ക് 105 രൂപയ്ക്ക്
പടം കണ്ട് അടിപൊളി പടം, രക്ഷയില്ലാത്ത 105 രൂപയ്ക്ക് കംപ്ലീറ്റ്ലി വർത്തിട്ട് ഒന്നും പറയില്ല. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാർച്ചിൽ സെക്കൻഡ് പാർട്ട് വരുമ്പോ അത് 105 രൂപയ്ക്ക്. അതെ, അപ്പൊ ആക്ച്വലി ഇതൊക്കെയാണ് ഒരു ഫൺ. പിന്നെ നമ്മളിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കോളേജിൽ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കോളേജിൽ പോയപ്പോഴാണ് ഞാൻ വേറെ കാര്യങ്ങളായിരിക്കും. കോളേജിനകത്ത് നമുക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. ലൈക്ക് എല്ലാവരും ഈ പറഞ്ഞ പോലെ ക്ലാസ്സിൽ വരുന്നു, ക്ലാസ്സിൽ നിന്ന് വീട്ടിൽ പോകുന്നു, ആ ഒരു റെഗുലർ സ്കെഡ്യൂൾ. ഇപ്പൊ നമ്മളിപ്പോ ഓഫീസിൽ പോകുന്നു, ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നു, വീണ്ടും ഓഫീസിൽ പോകുന്നു, വണ്ടി എടുക്കുന്നു, തിരിച്ചു വരുന്നു. ആ ഒരു സാധനം വിട്ട് ലൈക്ക് നമ്മൾ കോളേജ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് എക്സ്റ്റേണൽ ഇവന്റ്സിന് പോവുക, ക്ലാസ് കുറെ കട്ട് ചെയ്ത് ക്ലബ്. നമ്മുടെ കോളേജിൽ ഇപ്പൊ കുറെ ക്ലബുകളുള്ളതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്യാൻ കുറെ എളുപ്പമായിരുന്നു. ഞങ്ങൾ ഇവൻ പലതും പറയാം, കേട്ടൂടെ കേട്ടോ. അത് എന്നിട്ട് ഇപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് വേറെ ഒന്നും പരിപാടിക്കൊന്നും പോയത്. ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് ഇന്നോവേഷൻ നല്ല പിള്ളേരായിരുന്നു. അതെ അതെ, അത് പുറത്തിറങ്ങില്ലെന്തോ. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ വൻ നൈസായിരുന്നു. അതായത് നമ്മൾ കുറച്ച് പിള്ളേര് മാത്രം കൂടിയെന്ന് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാ, പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ചില്ല് ചെയ്ത് നടക്കാനാണെങ്കിലും ആ ഒരു കോളേജിൽ അടിപൊളിയായിരുന്നു. സത്യം കാര്യം കോളേജ് നമ്മൾ അത്ര ഭയങ്കര ആകെ അടിപൊളി കോളേജ് എന്ന് അറിയില്ലെങ്കിലും ഒരു ഞങ്ങളുടെ കോളേജ് എന്നൊക്കെ വെച്ചാൽ കുഞ്ഞു കോളേജ് ആയിരുന്നു, ചെറിയ കോളേജ്. നമ്മൾ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന കോളേജ് നടന്ന് കയറി പോകുന്നു, നടുക്കില് ഫുൾ മരങ്ങൾ. കുറെ പിള്ളേർ അവിടെ നിന്ന് ഇവിടെ ഹോക്കി, ബാസ്കറ്റ് ബോൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ഏത് പടം കണ്ടിട്ടാ ഇൻസ്പയർഡ് ചെയ്ത് കുറെ പടങ്ങളാണ് കോളേജിൽ നമ്മൾ പറയുമ്പോഴേ ക്ലാസ്മേറ്റ്സ്. എന്റെ മൈൻഡിൽ അങ്ങനത്തെ വലിയ കോളേജ് കുറെ പിള്ളേര് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ ഒരു ബിൽഡിംഗ്, ഇവിടെ ഒരു ബിൽഡിംഗ്, നടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊരു ചെറിയൊരു വഴി, ഗ്രൗണ്ടും കൂടി ഉണ്ടായിരുന്നില്ല നമുക്ക്. അപ്പുറത്തെ കോളേജിന്റെ അപ്പുറത്തെ കോളേജിന്റെ കടം. പിന്നെ നമ്മൾ ആരും കളിക്കാൻ പോകാത്തോണ്ട് നമുക്ക് പിന്നെ അതെ ഗ്രൗണ്ടിൽ അത് നമുക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നില്ല, കളിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. 4:30 ആകുമ്പോഴേക്കും വീട്ടിൽ പോകണം. അതെ, നമ്മൾ ഭയങ്കര ലൈക്ക് അതായത് എഞ്ചിനീയറിംഗ് അല്ലേ ഇപ്പൊ എക്സ്പെക്ടഡ് ആണ്. ഇപ്പൊ പിന്നെ ഗവൺമെന്റ് കോളേജില്ല, പ്രൈവറ്റ് കോളേജ്, അതെ എന്ത് വേണം ചെയ്യായിരുന്നു. അതെ അതെ, പക്ഷെ എന്നാലും മോശമല്ലായിരുന്നു. ഞങ്ങളൊക്കെ ആക്ച്വലി ഞാനൊക്കെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ കോളേജ് അത്യാവശ്യത്തിൽ ആഘോഷിച്ചിട്ടുണ്ട്. ലൈക്ക് നമ്മൾ എന്ത് തോന്നിയ ദിവസമാണെങ്കിലും ഐ മീൻ അത്ര ലെവലിലേക്ക് ചിന്തിക്കണ്ട. പക്ഷെ സെറ്റ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. എന്തോരം അലമ്പിയാലും മിസ്സുമാരും ഇവരെ ആണെങ്കിലും വലിയ ആ സീൻ ഉണ്ടാക്കാറില്ല. നമ്മള് സപ്പോർട്ട് ചെയ്ത് ഐ മീൻ അലമ്പ് സപ്പോർട്ട് ചെയ്യുന്നല്ലോ. അതായത് നമ്മള് അവസാനം എങ്ങനെ പോയാലും പഠിച്ച് പാസ്സാവുന്ന വിശ്വാസം അവർക്കുള്ളതുകൊണ്ട് അവര് ലൈക്ക് ഓക്കെ കുഴപ്പമില്ല, പരിപാടിക്ക് പോക്കോ എന്നുള്ള സംഭവം. ഇപ്പൊ പിന്നെ കാലത്തിനനുസരിച്ച് റൂൾസും കാര്യങ്ങളൊക്കെ മാറും. ഇപ്പൊ നമുക്ക് ആ കാലമല്ല ഇപ്പൊ, എന്നാലും ലൈക്ക് ഓക്കെ അങ്ങനെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്, മൊത്തത്തിൽ പിടിക്കുന്നുണ്ട് പിള്ളേർ. അത് ഒരു കണക്കിന് നല്ലതാ, തെറിച്ച് പോണേക്കാളും ശരി. അതായത് എനിക്ക് പറഞ്ഞു എന്താ പറയാ, ലൈക്ക് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ട് വന്നിരുന്ന ആ ഒരു സാധനത്തിന് ഇപ്പൊ ഒത്തിരി അങ്ങ് വ്യതിചലിച്ച് പിള്ളേര്. അധികം വലിയ കാലഘട്ടം പറഞ്ഞിട്ട് 2 കൊല്ലമായിട്ടുള്ള പാസ് ഔട്ട് അല്ല ഞാൻ പറയുക ലൈക്ക് ശരി അധികം കാലഘട്ടത്തിലേക്ക് പോണ്ട. ശരിയായത് ശരിക്കും അധികം കാലഘട്ടത്തിലേക്ക് പോയിട്ടില്ല. ഭയങ്കര അതായത് ലൈക്ക് എന്താ പറയാ, ഫസ്റ്റ് ഇയർ പിള്ളേരും സെക്കൻഡ് ഇയർ പിള്ളേരാ. നമ്മള് ഏജ് ഗ്യാപ്പ് തോന്നുന്നതാ. ഏജ് ഗ്യാപ്പിനല്ല, അതായത് ഞാൻ ഒരു അമ്മാവൻ തോക്കുപോലെ അങ്ങനെയല്ല. പക്ഷെ എന്നാലും ലൈക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബിഹേവിയർ, അതായത് നമുക്കറിയാം നമ്മൾ എങ്ങനെയായിരുന്നു, അതിൽ നിന്നും ഭയങ്കരമായിട്ട് ഡീവിയേറ്റ് ആയി. ലൈക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, കൊച്ചു പിള്ളേരടക്കം ലൈക്ക് ഫോണില്ലാതെ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ലൈക്ക് നമുക്കത് ചിന്തിക്കാൻ കൂടെ വയ്യ. നമ്മുടെ കാലത്ത് ലൈക്ക് ഫോൺ ഇല്ലായിരുന്നല്ല, പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറെയൊക്കെ അതും കണ്ടിട്ടുണ്ട്, ഇതും കണ്ടിട്ടുണ്ട്. എനിക്കൊക്കെ ഫോൺ കണ്ടുന്ന +2 ഒക്കെ കഴിഞ്ഞിട്ടാ. എനിക്ക് അതുവരെ ഇപ്പൊ സെറ്റ് ആയിരുന്നു, ഫോണില് TV ഉണ്ടായിരുന്നുള്ളൂ കളിക്കാൻ. അമ്മയുടെ ഫോണിൽ നമ്മൾ കൊണ്ടുപോയെങ്കിലും നമ്മുടെ അതെപ്പോഴും ഇരിക്കില്ല, നമ്മൾ എടുത്തോണ്ട് അമ്മാട്ടു ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്ന ബാറ്ററി തീരും, എടുത്തോണ്ട് പോകുന്നത്. ഞങ്ങളുടെ എന്റെ 10ാം ക്ലാസ്സിൽ കേബിൾ കട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മ അനിയന്റെ 10ാം ക്ലാസ് എത്തിയപ്പോ TV വെച്ചോട്ടെ ഒരു കുഴപ്പമില്ല. സത്യം അത് അങ്ങനെ കുറെ സംഭവം. പക്ഷെ അവരത്ര TV കാണാത്തോണ്ടായിരിക്കാം. പക്ഷെ എന്നാലും എന്റെ സമയത്തൊക്കെ കേബിൾ കട്ട് ചെയ്ത് ഞാൻ മറ്റേ ബാലരമയൊക്കെ വരുത്തരുന്നു, അതൊക്കെ ക്യാൻസൽ ചെയ്തു. ഞാൻ ഇപ്പൊ കിട്ടിയത് ബാലരമ എന്റെ അവിടെ മറ്റേ റൂമിൽ സ്റ്റാക്ക് ഇങ്ങനെ അട്ടിട്ട് ഞാൻ വെച്ചിരുന്നു. സാധനം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവസാനം അമ്മ കഴിഞ്ഞ ഞാൻ വരവന്റെ അടുത്ത് കൊണ്ടേക്ക് അമ്മ പാട്ട് ഉറക്കി കൊടുത്തായിരുന്നു. ബാലരമ ഇപ്പൊ ഒരു ഹോബി പണ്ടത്തെ അത്ര ഗുമില്ലാട്ടോ. കൊറേ കഥകളൊക്കെ പോയി, സൂത്രനൊക്കെ മാറി പുതിയ എന്താക്കി. മായാവിയും ലുട്ടാപ്പിയൊക്കെ ഉണ്ട്. ലുട്ടാപ്പി ഉണ്ടെന്ന് മായാവി ഉണ്ട്. എന്നാലും അവർക്ക് ഇത്രമാത്രം കഥ അല്ലേ മായാവി ലുട്ടാപ്പി. കൊച്ചു പയ്യനായിട്ടിരിക്കുമ്പോ ഒരു സാധനം ഉണ്ട്, ഇത് എത്ര കൊല്ലമായി, 10-25 കൊല്ലമായി. അതുപോലെ നമ്മുടെ വനിതയുടെ പിന്നില് മറ്റൊരു ഇത് വായിക്കാറുണ്ട്, പുഷ്പുൾ. ഒറ്റ പേജ് ഞാൻ ഇപ്പോഴും വനിത വരുമ്പോ അമ്മ സ്ഥിരം വരുത്തുന്നുണ്ട്. അത് വരുത്തുമ്പോ ഞാൻ ലാസ്റ്റ് പേജ് മാത്രം എടുത്ത് വായിച്ചു വെക്കുന്നത് വരും. അയ്യോ ആലോചി വനിതയുടെ ലാസ്റ്റ് പേജ് മാത്രം നമുക്കറിയാം. അയ്യോ അങ്ങനെ ഫണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒത്തിരി സമയമായി തോന്നുന്നു. ഇനി നമ്മൾ വർത്താനം പറഞ്ഞോണ്ടിരുന്നാൽ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടേ ഇരിക്കുന്നുള്ളൂ.
അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ താങ്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, ടോപ്പിക്സ്, സാധനങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി സംസാരിക്കണം, ഇതിനെപ്പറ്റി പറയണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാം, അതാ നിങ്ങൾക്ക് നിങ്ങൾക്കും ഒരു കോ-ഹോസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി ഓക്കെ നമ്മളെ റീച്ച് ഔട്ട് ചെയ്താൽ ഞാൻ നമ്പർ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് അല്ലെ 2 പേര് മതി. ഇല്ല, നമുക്ക് അഡീഷണൽ ഒരു മൈക്കും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ആളെ കൂടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു അത്ര സെറ്റപ്പ് ഒന്നും ഒരു ലെവൽ സെറ്റപ്പ് എത്തിയിട്ടില്ല. അതെ, ഡെഫിനറ്റ്ലി അതെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയ കാമായിട്ടുള്ള ഒരു സ്പേസ് അറ്റ്മോസ്ഫിയർ അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി അതും നമ്മുടെ അടുത്ത്. നമ്മൾ കുറച്ച് അത് ഞാൻ പറഞ്ഞത് കുറച്ച് കാലം സ്പേസിന്റെ പിന്നാലെ നടന്നു, കുറച്ച് കാലം എന്ത് സംസാരിക്കും, എങ്ങനെ പേരിടും, ബ്രാൻഡിങ്ങിന്റെ പിന്നാലെ നടന്നു. സത്യം. പിന്നെ കുറെ കാലം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ എനിക്ക് അവൈലബിലിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കോ-ഹോസ്റ്റ് ആയിട്ട് അജയ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് അവൈലബിലിറ്റി ഉണ്ടാവില്ല, ഒന്നില്ലെങ്കിൽ അവൻ വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകും. നമ്മുടേതായിട്ടുള്ള തിരക്കുകളുണ്ടല്ലോ. പിന്നെ 2 പേരുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വള്ളി വരും. അതുകൊണ്ട് അങ്ങനെയാണ് നീണ്ടു പോയത്. അപ്പോൾ ആക്ച്വലി ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ സാധനം സംഭവിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. നല്ലൊരു കോ-ഹോസ്റ്റിനായിട്ട് നല്ലൊരു പരിപാടിയായിട്ട് തുടങ്ങാൻ പറ്റി. അതെ, ലാഭം തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു മതി. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 10-25 മിനിറ്റ് ആയി കാണും. അപ്പോൾ യെസ്, അപ്പോൾ എല്ലാവർക്കും ഇത്ര പേരെ കണ്ടതിൽ നന്ദി. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഡെഫിനറ്റ്ലി കമന്റ്സിൽ ആയിരിക്കുക. പൊങ്കാലി ഇടരുത് ദൈവം ദയവ് ചെയ്ത്. അല്ല ഇതല്ലോ കേട്ടോ, അങ്ങനെ ഒരു കമന്റ് അങ്ങനെ 5 കമന്റ് കയറട്ടെ. മറ്റേ കരിക്കല് പറയുന്ന പോലെ ഈ റീലിൽ 3 കമന്റ് ഉണ്ട്, അതിൽ 2 എണ്ണം ഞാൻ. അതാ നമ്മൾ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി നമ്മളൊരു കമന്റ് തോന്നുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നത് നമ്മൾ പേര് പറഞ്ഞായിരുന്നോ? അയ്യോ പറയാമോ അതൊന്നും. ഓക്കെ, കുഴപ്പമില്ല. സാധാരണ എല്ലാവരും തുടക്കത്തിലല്ലേ പേര് പറയും, നമ്മൾ വെറൈറ്റിക്ക് അവസാനം പേര് പറയാം. അപ്പൊ കുറെ പേർക്ക് അറിയുന്നുണ്ടോ, അറിയാത്ത ആരും കാണാൻ ചാൻസ് ഇല്ല. എന്റെ പേര് എൻട്രിക്, ഇവന്റെ പേര് അലോഷ്യസ്. ഓക്കെ, അപ്പൊ അടുത്ത ഒരു എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ബൈ ബൈ. ഇനി റെക്കോർഡ് അതാ ഇതൊരൊറ്റ സാധനം അതേപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ പൊളിയാണ്.